നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടൈം ടേബിളിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, റിവേഴ്സ് സ്റ്റഡിയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയുന്നത് വ്യത്യസ്തമായി എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് പേരൻസ് കൂടി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് 10ാം ക്ലാസ്സിലും അതായത് 8 തൊട്ട് 8, 9, 10, 11, 12ാം ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാം പഠിച്ചത് A for ആപ്പിൾ എന്നാണ്. നമ്മുടെ ഈ ആൽഫബറ്റിനെല്ലാം അതിൻ്റെതായ ചില പ്രാധാന്യമുണ്ട്. അതാണ് ഈ അധ്യായത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പഠിച്ചത് A for ആപ്പിൾ, B for ബാറ്റ്, C for ക്യാറ്റ്. ഇത് നമുക്ക് LKG, UKG 1 to 5 വരെയൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. മറിച്ച് ഇനി ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞ കുട്ടികൾ ഒരിക്കലും A for ആപ്പിൾ അല്ല നിങ്ങൾക്ക് വേണ്ടത്, A for അതായത് A to F വരെയുള്ളത് ഞാൻ ഈ അധ്യായത്തിൽ പറയും. A to F കഴിഞ്ഞ് അങ്ങോട്ട് ഉള്ളത് അടുത്തടുത്ത അധ്യായങ്ങളിൽ പറയുള്ളൂ. അപ്പം ഈ അധ്യായത്തിൽ ഇപ്പോൾ A to F ഇത് വരുള്ളൂ. അതിൽ A ആദ്യം അലോ, ആപ്പിൾ അല്ല അലോ. അത് A കഴിഞ്ഞ അടുത്ത് വരുന്ന ആൽഫബറ്റിൽ അടുത്ത് വരുന്നതാണ് B. അത് B for ബ്രെയിൻ. നെക്സ്റ്റ് വൺ C for ക്യാച്ച്. അടുത്തത് D for ഡെവലപ്പ്. അത് കഴിഞ്ഞാൽ E for എഡ്യൂക്കേഷൻ. അത് കഴിഞ്ഞാൽ F for ഫ്യൂച്ചർ. അതായത് അലോ, ബ്രെയിൻ, ക്യാച്ച്, ഡെവലപ്പ്, എഡ്യൂക്കേഷൻ, ഫോർ ഫ്യൂച്ചർ. അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനുവദിക്കുക, തലമണ്ടയെ പിടിച്ചെടുക്കാൻ, വികസിപ്പിക്കാൻ, വിദ്യാഭ്യാസത്തിലൂടെ ഭാവിയിലേക്ക്. അത് മലയാളം. അപ്പൊ ഇംഗ്ലീഷിൽ സാധാരണ എഴുതുന്നത് മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ തിരിച്ചാണ് പറയാറ്. അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ്? വിദ്യാഭ്യാസത്തിലൂടെ എൻ്റെ ബ്രെയിനെ വികസിപ്പിച്ചെടുത്ത് നല്ല രീതിയിലുള്ള ഭാവി സുരക്ഷിതമാക്കി എടുക്കാൻ വേണ്ടി തന്നെ പ്രയത്നം. അതാണ് A to F ആൽഫബറ്റ് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് ഇവിടെ തന്നെ ഈ തുടർന്ന് ഈ +2കാർക്ക് വേറൊരു റേഞ്ച് ഉണ്ട്. അത് ഞാൻ അടുത്ത ഇത് പറയാം. അതായത് A for അലോ എല്ലാവർക്കും, A for ഈ സയൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ആറ്റമാണ്, A for ആറ്റം അതിൽ തുടങ്ങും. അത് ഞാൻ പിന്നീട് തുടർന്നുള്ള ഇതിൽ പറഞ്ഞോളാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ അറിയേണ്ടത് A എന്ന ആൽഫബറ്റ് സൂചിപ്പിക്കുന്ന അലോ എന്നാണെന്നും, Aയിൽ നിന്നും F വരെ A അലോ, B ബ്രെയിൻ, C for ക്യാച്ച്, D for ഡെവലപ്പ്, E for എഡ്യൂക്കേഷൻ, F for ഫ്യൂച്ചർ. അത് കുട്ടികൾ മനസ്സിലാക്കുക. അത് രക്ഷകർത്താക്കളും അത് ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കും.